ഒത്തിരി സന്തോഷമുണ്ട്, സങ്കടമുണ്ട്. അകലാതെ അകലുന്നു സ്നേഹാംബരം, നീ അറിയാതെ പോകുന്നു എന്നൊമ്പരം. അന്യനാണെങ്കിലും എൻ്റെ ഈ കണ്ണുനീർ, അന്യനാണെങ്കിലും എൻ്റെ ഈ കണ്ണുനീർ ധന്യമായി തീരട്ടെ നിൻ വീതിയിൽ, ധന്യമായി തീരട്ടെ നിൻ വീതിയിൽ. അച്ഛൻ പറയുന്ന കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ, യൂണിറ്റ് മീറ്റിങ്ങിലായാലും പള്ളിയിലൊക്കെ പറയുന്ന കാര്യങ്ങൾ, വലിയ കാര്യങ്ങൾ ചെറിയ തോതിൽ അല്ലെങ്കിൽ ചെറിയ ഭാഷയിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഏറെ ശ്രദ്ധേയമാണ്. പഠിച്ച കാര്യങ്ങൾ, മനസ്സിലാക്കിയ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് അദ്ദേഹം പങ്കുവച്ചു. ഇന്നും അത് അനുഭവിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു വാക്ചാതുരി, ആ സ്വരം, മൈക്കിൻ്റെ ആവശ്യമില്ല സംസാരിക്കും, ആ സ്വരവും നിലനിൽക്കട്ടെ. ആരോഗ്യം കളയാതെ കാത്തു സൂക്ഷിക്കണേ എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് ഈ കാര്യത്തിലുള്ളത്. നന്നായിട്ട് എന്താ പറയുക, എക്സസൈസൊക്കെ ചെയ്ത് ആരോഗ്യം എപ്പോഴും നിലനിർത്തിക്കൊണ്ടു പോവുക. ഇനി തിരിച്ച് വികാരിയായിട്ട് ഇവിടെ വരാൻ ഒരു അവസരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അച്ഛന് സന്തോഷത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അരൂർ ഇടവകയിൽ ദൈവമക്കളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന റാഫി അച്ഛനും അനൂപച്ഛനും ഒത്തിരി നന്ദി. അതോടൊപ്പം അവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ദൈവം അവരെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥനയിൽ അവരെ ഓർക്കുക. എന്നും ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഉണ്ടായിരിക്കും. എല്ലാവർക്കും നന്ദി. വികാരി അച്ഛനും നമ്മുടെ കൊച്ചച്ഛന്മാരും ഇന്ന് മാറുന്നതിൽ വലിയ സങ്കടമുണ്ട്. തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അവരെ എപ്പോൾ ചെന്നാലും നമുക്ക് കാണാം എന്നുള്ള പ്രതീക്ഷയാണ് നമ്മളുടെ. പക്ഷെ ഇത്രയും നാൾ നമ്മളുടെ ഒപ്പം ഉണ്ടായി, നമ്മളെ എല്ലാവരും സ്നേഹിച്ച് നമ്മളെ അടുപ്പിച്ച് നിർത്തി ഒത്തിരി സ്നേഹം പകർന്നു നൽകിക്കൊണ്ടാണ് അവർ തൽക്കാലം മാറുന്നത്. വീണ്ടും ഇങ്ങോട്ട് തന്നെ നമുക്ക് വരും എന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഏതായാലും ഉണ്ടായിരുന്ന കാലം അത്രയും ഒത്തിരി സ്നേഹം പകർന്നു തന്നു, നമുക്കൊത്തിരി നന്മകൾ പകർന്നു തന്നു. അതിൻ്റെ ഓർമ്മകൾ എന്നെ സംബന്ധിച്ച് ചെറുപ്പത്തിലേ മുതൽ എൻ്റെ ഒരു ചെറിയ പ്രായം എന്ന് വെച്ചാൽ നമ്മൾ പാട്ടുപാടി നടക്കുന്ന കാലഘട്ടം മുതൽ തന്നെ എനിക്ക് റാഫി അച്ഛനുമായിട്ട് പരിചയമുള്ളതാണ്. എൻ്റെ പാട്ട് കാലഘട്ടത്തിലൊക്കെ അച്ഛൻ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുള്ളതാണ്. അച്ഛൻ്റെ CD-യിലൊക്കെ ഒത്തിരി പാട്ടുകൾ ഞാൻ പാടിയിട്ടുണ്ട്. എന്താ പറയുക, അതൊക്കെ വലിയ ഓർമ്മകളാണ്. ഏതായാലും ഇവിടെ നമുക്ക് സങ്കടമുണ്ട്. ഇവിടെ തന്നെ 5 വർഷം, 5 10 വർഷം 15 വർഷമൊക്കെ ഇവിടെ തന്നെ തങ്ങണമെന്നായിരുന്നു ഇവരെല്ലാവരും. പക്ഷേ നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാൻ നമുക്ക് നിവൃത്തിയില്ലല്ലോ. നമ്മൾ ഇങ്ങനെ മാറി നമ്മളെ സ്നേഹിച്ച് നമ്മളെല്ലാവരും ഒത്തിരി എന്താ പറയുക, ഒറ്റ കുടുംബമായിട്ട് പോകുമ്പോഴും അച്ഛന്മാരിങ്ങനെ മാറിപ്പോകും. അപ്പോൾ അത് നമുക്ക് ദുഃഖകരമാണ്. എങ്കിൽ പോലും എല്ലാവിധ ആശംസകളും നേരുകയാണ്. അച്ഛൻ്റെയൊക്കെ പ്രാർത്ഥനകളിൽ ഞങ്ങളെല്ലാവരും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയും സ്വപ്നവും ഒക്കെ ഉണ്ട്. ഏതായാലും ഈ ഒരു നാടിന് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു എന്താ പറയുക, ഇവിടെ ഉണ്ടായിരുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വളരെയധികം അഭിമാനകരമായിരുന്നു. ഈ ഒരു പള്ളിക്ക് വലിയ അഭിമാനകരമായിട്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഏതായാലും എല്ലാത്തിനും നന്ദി പറയുകയാണ്. പാട്ടുപാടാനും ഒക്കെ അവസരങ്ങൾ എനിക്കും ഉണ്ടായിരുന്നു. എന്നെയും ഒരു പാട്ടൊക്കെ പാടിക്കാൻ എപ്പോഴും അച്ഛൻ പറയും വന്ന് പാടിക്കോളാൻ പറയുമായിരുന്നു. അപ്പോൾ അതെല്ലാം വലിയ സന്തോഷമായിരുന്നു. ഒരു പാട്ട് പാടുമ്പോഴാണല്ലോ നമുക്കൊരു സ്വർഗം. ആ ഒരു പാട്ട് കർത്താവിൻ്റെ നടുവിൽ നിന്ന് പാടുവാനുള്ള അനുഗ്രഹവും കൂടെ എനിക്കുണ്ടായിട്ടുണ്ട്. എല്ലാത്തിനും നന്ദി പറയുകയാണ്. നമസ്കാരം. ഒത്തിരി സന്തോഷമുണ്ട്, സങ്കടമുണ്ട്. പക്ഷേ എല്ലാം അംഗീകരിക്കുക എന്നുള്ളതാണ് ദൈവഹിതം. നമുക്കറിയാം, ഞങ്ങളിങ്ങനെ അച്ഛന്മാരുടെ ജീവിതം ഇങ്ങനെയാണ്. ഞങ്ങൾ മാറിപ്പോകും. നിങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങൾക്കൊരു ഇടം നൽകിയത് കൊണ്ടാണ് ഞങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് സങ്കടം ഉണ്ടാകുന്നതും. നിങ്ങൾക്ക് ഞങ്ങളുടെ ഹൃദയത്തിൽ ഇടം നൽകിയത് കൊണ്ടാണ് നിങ്ങളെ വിട്ടു പോകുമ്പോൾ ഞങ്ങളുടെ കണ്ണും നിറയുന്നത്. അത്
ഒരു സ്നേഹമാണ്, ഒരു ആഴമാർന്ന സ്നേഹം നമുക്ക് എല്ലാവർക്കും പരസ്പരം ഉള്ളത് കൊണ്ടാണ്. തീർച്ചയായും ഈ സ്നേഹം ഇനിയും തുടരട്ടെ എന്ന് പ്രാർത്ഥിക്കണേണ്, ആശംസിക്കണേണ്. ഇന്ന് 3 മണിക്ക് നമ്മുടെ മീറ്റിംഗ് തുടങ്ങാനായിട്ട് എല്ലാവരും എത്തിച്ചേർന്നു. സാധാരണ 3 മണി എന്ന് പറഞ്ഞാൽ ഇന്ന് ഞായറാഴ്ചയാണ്, ഒരുപാട് പരിപാടികളുള്ള സമയമാണ്. ഉച്ചക്ക് ബിരിയാണി കഴിച്ചാൽ ഉറക്കം വരും. ഞാൻ ഉച്ചക്ക് ബിരിയാണി കഴിച്ച ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് 2 മണിയായപ്പോൾ ഞാൻ ഉറക്കം തൂങ്ങാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ ഭക്ഷണം കഴിച്ച് നമ്മുടെ എല്ലാവരുടെ അവസ്ഥ ഏതാണ്ട് ഒരുപോലെ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. കാരണം ക്ഷീണമുണ്ടാകും, തളർച്ചയുണ്ടാകും. ഞായറാഴ്ചത്തെ ആ ഉച്ച വരെയുള്ള നമ്മുടെ ഓട്ടവും തിരക്കും കഴിഞ്ഞിട്ട് നമ്മൾ അല്പം ഒന്ന് വിശ്രമിക്കാനായിട്ട് മാറ്റിവെക്കുന്ന സമയത്താണ് ഞങ്ങൾ രണ്ടുപേരും പോകുന്ന ഈ യാത്രയപ്പിൻ്റെ സമയം ക്രമീകരിച്ചത്. പക്ഷെ നിങ്ങളുടെ വിശ്രമങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഞങ്ങളുടെ യാത്രയപ്പിന് കടന്നു വന്നത് തന്നെ ഒത്തിരി സ്നേഹം, ഞങ്ങളോടുള്ള കരുതലും സ്നേഹവും അത് എപ്പോഴും നിങ്ങൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട്, കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവ് തന്നെയാണ്. ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുകയാണ്. കഴിഞ്ഞ ആഴ്ച ഞാനൊരു നന്ദി പള്ളിയിൽ വെച്ച് പറഞ്ഞതാണ്, ഇപ്രാവശ്യം വീണ്ടും പറയണേണ്. കാരണം ഞങ്ങൾക്കറിയാം ഞങ്ങൾ അത്ര നല്ല പെർഫെക്റ്റ് എന്ന് പറയാൻ പറ്റുന്ന അച്ഛന്മാരായിരിക്കണമെന്നില്ല. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ കുറവുകളും പോരായ്മകളൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും ഞങ്ങളുടെ കുറവുകൾ നിങ്ങൾ ക്ഷമയോടുകൂടെ സഹിക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയ ഞങ്ങളോടുള്ള വലിയൊരു സ്നേഹമാണ്. അപ്പോൾ ആ സ്നേഹത്തിന് തീർച്ചയായും ഒത്തിരി സ്നേഹത്തോടെ നന്ദി അറിയിക്കുകയാണ്. നിങ്ങൾ കാണിക്കുന്ന സ്നേഹവും നിങ്ങൾ ഞങ്ങളോട് കാണിച്ച ആ ക്ഷമയും ഒക്കെ അത് വളരെ നല്ല രീതിയിൽ ഞങ്ങൾ കൃതജ്ഞതയോടുകൂടെ ഓർക്കുന്നു. തീർച്ചയായും ഞങ്ങൾക്ക് തരാനായിട്ട് പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഹാരാർപ്പണം നടത്തി സമ്മാനങ്ങൾ തന്നു, സ്നേഹം കൊണ്ട് ഞങ്ങളെ വീർപ്പ് മുട്ടിച്ചു. തിരിച്ച് ഞങ്ങൾക്ക് തരാനായിട്ടുള്ളത് ഞങ്ങളുടെ പ്രാർത്ഥനകൾ മാത്രമേ ഉള്ളൂ. തീർച്ചയായും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഈ ഇടവകയിൽ നിന്ന് കിട്ടിയ നല്ല ഓർമ്മകൾ അതെപ്പോഴും ഞങ്ങളുടെ മനസ്സിലുണ്ടാകും. ആ ഓർമ്മകൾക്കൊക്കെ ദൈവം നല്ല പ്രതിഫലങ്ങൾ നിങ്ങൾക്ക് നൽകട്ടെ. നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ കൂട്ടായ്മയെയും ഒക്കെ ഇനിയും അനുഗ്രഹിക്കട്ടെ. വരാൻ പോകുന്ന വൈദികരിലൂടെ ഇനിയും നമ്മുടെ അടൂർ ഇടവക ഒരുപാട് വിജയം വരിക്കട്ടെ, ഒരുപാട് ഉന്നതി പ്രാപിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു. നമുക്കറിയാം, ഒരു ഇടവക ഏറ്റവും അവസാനത്തെ വാക്ക് വികാരിയച്ഛൻ്റെയാണ്. കാരണം അച്ഛനാണ് ഇടവകയെ നയിക്കുന്നത്. ഒരു ആട്ടിൻകൂട്ടം എങ്ങോട്ട് പോകണം എന്ന് തീരുമാനിക്കുന്നത് ആട്ടിൻകൂട്ടത്തിലെ ആടുകളല്ല, ആട്ടിൻകൂട്ടത്തെ നയിക്കുന്ന ഇടയനാണ്. പക്ഷേ നമ്മുടെ ഒപ്പം ആയിരുന്നു കൊണ്ട് നമ്മളെ നയിക്കാനായിട്ട് വികാരിയച്ഛനും അനൂപച്ഛനും കാണിച്ച ശ്രമവും ക്ഷമയും, പലപ്പോഴും നമ്മളിൽ നിന്ന് പല കാര്യങ്ങളും അവരുടെ കുറ്റങ്ങളോ കുറവുകളോ ഒക്കെ പറഞ്ഞപ്പോൾ പോലും ക്ഷമിച്ചുകൊണ്ട് നമ്മെ ചേർത്ത് പിടിക്കുന്ന ആ ഒരു കാര്യം, അതാണ് കഴിഞ്ഞ 1 വർഷത്തിൽ ഞാൻ കണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ്. യൂണിറ്റുകളിലൊക്കെ അവരുടെ കൂടെ പോകുമ്പോഴും ഒരു പക്ഷേ വേണമെങ്കിൽ ദേഷ്യപ്പെടാനും ഒച്ചയെടുക്കാനും ആൾക്കാരെ പറഞ്ഞിരുത്താനും ഒക്കെ അവസരങ്ങളുള്ളപ്പോഴും സ്നേഹത്തോടെയും എളിമയോടും പെരുമാറുന്ന പല സന്ദർഭങ്ങളും എനിക്ക് കാണാൻ സാധിച്ചു. അത് നന്ദി പറയാനായിട്ട് കുറേയുണ്ട്. ഞാനത് ചുരുക്കുകയാണ്. നന്ദി, നന്ദി, നന്ദി.
കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.